സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബാംഗ്ലൂർ ചൈന. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി നമ്മൾ ഈ ഒരു ലോങ് ഫോമാറ്റിൽ നമ്മളെ കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 4 മാസമായി. ആൻഡ് ഇന്ന് എൻ്റെ ഹെയർ PRP ആണ്. PRP അല്ല, GFC ആണ്. നോർമലി PRP ആണ് നമുക്ക് പാക്കേജിൽ കോംബോ ആയിട്ട് വരുന്നത്. 3 PRP വരുന്നുണ്ട്. സോ അതിൽ 2 PRP കഴിഞ്ഞു. ഇന്ന് എൻ്റെ GFC ആണ്. ഞാൻ GFC ആണ് ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്തിട്ട് GFCയിലേക്ക് മാറ്റി. സോ GFC ആണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. സോ ഇന്ന് GFC നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ 4 മാസം കഴിഞ്ഞതിൻ്റെ ഇത് കണ്ടോ, ഒരു ഡിഫറൻസ് കണ്ടോ. നമ്മുടെ മുമ്പത്തെ ആ ഒരു മുടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇവിടെ സൈഡിൽ ഫോട്ടോ കാണിക്കാം. മുമ്പ് ഉണ്ടായിരുന്ന കോലും ഇപ്പോഴത്തെ കോലും എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ എല്ലാം മുടി നല്ലപോലെ കവർ ആയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെയും കവർ ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ ഞാൻ ഇന്ന് രാവിലെ സൈഡ് പോയിട്ട് ഒന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടിയതാണ്. പക്ഷേ ആ മുടി വെട്ടയിടയിലെ ചെറുക്കൻ ഇന്ന് മൊത്തം മുടിയൊക്കെ നശിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ഈ ഭാഗത്ത് നിങ്ങൾക്ക് എൻ്റെ ഗ്രാഫ്റ്റ് എടുത്ത പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അവൻ വെട്ടിയപ്പോൾ അങ്ങോട്ട് കയറ്റി എടുത്തു. അതുകൊണ്ട് ആ എടുത്ത ഗ്രാഫ്റ്റുകൾ കാണാൻ പറ്റും, എവിടുന്ന് ഏത് ഭാഗത്ത് നിന്ന് എടുത്തതെന്നുള്ളത്. സോ ട്രാൻസ്പ്ലാന്റേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഒരു മുടി വെട്ടുമ്പോൾ ബാക്ക് ഇത്രയും കയറ്റി എന്തായാലും എടുക്കരുത്, കുറച്ചുകൂടെ ഇറക്കി വെച്ചോണം. സോ ഈ പ്രാവശ്യം മണ്ടത്തരം പറ്റി. സോ അടുത്ത പ്രാവശ്യം ഞാൻ നോക്കി ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അത് വൃത്തികേടായിരിക്കും. അത് മാത്രം നോക്കിയാൽ മതി. സൈഡ് എടുക്കുവാണെങ്കിൽ അത് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ തീർക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അത് കൊണ്ടുപോയതുകൊണ്ടാണ് ഇതാ ബാക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ GFC ചെയ്യാൻ വേണ്ടി നമ്മൾ ബാംഗ്ലൂർ HSR ലേഔട്ടിലുള്ള ക്യൂട്ടീസിൽ വന്നിരിക്കുകയാണ്. ദേ ആ കാണുന്നതാണ് ഈ ബിൽഡിങ്ങിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ഉള്ളത് കേട്ടോ. സോ ദേ ഈ കാണുന്നതാണ് നമ്മുടെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ കേട്ടോ. ഇതിന്റെ ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ക്യൂട്ടീസ് ഉള്ളത്. അങ്ങനെ നേരെ ക്യൂട്ടീസിൽ ചെന്ന് ആദ്യം തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എന്റെ ഡാൻഡ്രഫിന്റെ ഇഷ്യൂസിനെ പറ്റിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഒരു ഷാമ്പൂ എല്ലാം പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. ആൻഡ് നെക്സ്റ്റ് GFC ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഒക്കെ എടുത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെഷീനിലൊക്കെ വെച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സിനൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നെക്സ്റ്റ് പ്രൊസീജിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. PRP വെച്ച് നോക്കുമ്പോൾ GFC ലെസ് പെയിൻഫുൾ ആയിരുന്നു. ബെറ്റർ റിസൾട്ടിന് എപ്പോഴും GFC തന്നെയാണ് കേട്ടോ നല്ലത്. ബട്ട് PRP 5000 ആണെങ്കിൽ GFC എങ്ങനെയായാലും ഒരു 8000 റേഞ്ചിലൊക്കെ എന്തായാലും വരും. ആൻഡ് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫ്സും എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. അത് ഞാനിവിടെ ട്രാൻസ്പ്ലാന്റേഷൻ വന്ന സമയം മുതൽ, അതിനു മുമ്പ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വന്ന ആ ടൈം മുതൽ ഇപ്പൊ ഈ ഒരു GFC ചെയ്യുമ്പോൾ പോലാണെങ്കിൽ എനിക്ക് ഇവരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഓരോ ട്രീറ്റ്മെന്റ് വരുമ്പോഴാണെങ്കിലും ആ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും കേട്ടോ. അപ്പൊ നമ്മുടെ 3rd GFC കൂടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഹെയർ ഫോളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവര് ഡയറക്റ്റ് മരുന്നെല്ലാം മേടിച്ച് കൂട്ടുന്നതിൽ നല്ലത് ഡയറക്റ്റ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുന്നതാണോ? എപ്പോഴും നമ്മളൊരു കൺസൾട്ടേഷൻ എടുത്തിട്ട് ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതാണ് ബെറ്റർ. ബിക്കോസ് മോസ്റ്റ്ലി ആൾക്കാർ ഈ അൺനെസസറി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തേച്ചിട്ടൊക്കെ സഡൻ ഹെയർ ലോസ് ഉണ്ടാവും, നെഗറ്റീവ് റിയാക്ഷൻസ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയൊരു ഡൗട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ഈ സാധനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുമോ. കാരണം ഇവിടെ ഒരുപാട് ഉടായ്പ സ്ഥലങ്ങളുണ്ട്, ചെയ്ത് പണി കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, ഒരുപാട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ. സോ എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരാളോട് എന്താണ് പറയുന്നത്? അങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ബാംഗ്ലൂരിൽ നിന്ന് ചെയ്യുന്നതിനോ നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ബാംഗ്ലൂരിൽ നിന്ന് ആയതുകൊണ്ട് മാത്രം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളത് പ്രോപ്പർ കെയറും പറയുന്ന ഇൻസ്ട്രക്ഷൻസും മെഡിക്കേഷൻസും ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ക്ലൈമറ്റിന്റെ ഇഷ്യൂസോ ഇപ്പോൾ വെള്ളത്തിന്റെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ബാംഗ്ലൂരിൽ ഉണ്ടല്ലോ അപ്പോൾ നാട്ടിലെ ഉള്ളതിനേക്കാളും. സോ അതൊക്കെ എങ്ങനെയാണ്? വെള്ളത്തിൻ്റെ ഇഷ്യൂസ് നമ്മൾ മോസ്റ്റ്ലി ഹാർഡ് വാട്ടർ അല്ലാണ്ട് ഫിൽറ്റർ വാട്ടർ യൂസ് ചെയ്ത് ഹെഡ് വാഷ് ചെയ്യാൻ പറയും. അത് മാത്രമേ ഉള്ളൂ. ക്ലൈമറ്റിന്റെ ഇഷ്യൂസ് അതൊന്നും ബാധിക്കില്ല. ആക്ച്വലി വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കാൻ യൂസ് ചെയ്യുന്ന വെള്ളം കൊണ്ട് കുടിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഡ്രിങ്കിംഗ് വാട്ടർ അല്ലെങ്കിൽ ഫിൽറ്റർ വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്നതാണ് ബെറ്റർ. ഹാർഡ് വാട്ടർ കാരണം ഹെയർ ഫോൾ കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഹെയറിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊരു ഡൗട്ടും കൺസേൺസും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിന് ഇനിയിപ്പോൾ നാട്ടിൽ പോകണമെന്നില്ല, നിങ്ങൾക്ക് ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ, ബാംഗ്ലൂർ HSR വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവരെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അവരോട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി PRP ചെയ്യണോ, അല്ലെങ്കിൽ GFC ചെയ്യണോ, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണോ, അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് തീരുമാനങ്ങളെടുത്ത് അറിയാത്ത ആളുകളുടെ അടുത്ത് ചോദിച്ച് അതും ഇതും ചെയ്യുന്നതിനേക്കാളും നല്ലത് അറിയുന്ന ഇതുപോലെയുള്ള നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് ചെയ്യുന്നതാണ്. സോ ബാംഗ്ലൂർ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലമാണ് നമ്മുടെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ. ബിക്കോസ് ഞാൻ ഇവിടുന്നായിരുന്നു നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് 4th month, നമ്മുടെ 4th month ആണിത്. ഇപ്പം എൻ്റെ പഴയ ഫോട്ടോ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായിരുന്നു മുമ്പത്തെ കണ്ടീഷനും ഇപ്പോഴത്തെ കണ്ടീഷനും കേട്ടോ. ഇതുകൊണ്ട് എൻ്റെ ഈ ഫ്രണ്ടും കാര്യങ്ങളെല്ലാം നല്ല പോലെ കവർ ആയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ ബാംഗ്ലൂരുള്ള ക്യൂട്ടീസ് ഇന്റർനാഷണൽ. ആൻഡ് കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോണ്ടോ. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.